ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് ഇത്തിരി ധൃതിയിലാണ്, വളരെയധികം ധൃതിയിലാണ്. ഇന്നലെ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം തലവേദനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മെൻഷൻ ചെയ്തിരുന്നു. തലവേദന പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാതായി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ENT ഡോക്ടറെ കണ്ടു. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു ENT കാണാതെ ഇത് തീരില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ENT ഡോക്ടറെ കണ്ടപ്പോൾ തണുപ്പ് ഒട്ടും കഴിക്കരുത്, ഞാൻ എപ്പോഴോ തണുപ്പ് കഴിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഈ ഇടയ്ക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ കുറച്ച് തണുപ്പ് കഴിച്ചായിരുന്നു. അപ്പോൾ തണുപ്പ് കഴിച്ചതിൻ്റെയും പിന്നെ തലയിൽ ചിലപ്പോൾ വെള്ളം തങ്ങി നിന്നതിൻ്റെയൊക്കെ ആയിരിക്കാം കഫക്കെട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. കഫക്കെട്ട് മാത്രമല്ല, തൊണ്ടയ്ക്ക് നല്ല കുരുക്കളുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്തുള്ള ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേട്ടാലോ എൻ്റെ മുഖം കണ്ടാലോ അറിയാൻ പറ്റും. ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ ഗുളിക ഉണ്ടല്ലോ, ഉറക്കത്തിൻ്റെ സെഡേഷൻ പോലാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് രാവിലെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റിട്ട് ഒന്നും ആയിട്ടില്ല. എണീറ്റ് വന്ന് നേരെ പോയി കുളിച്ചിട്ട് വന്ന് റെഡി ആവുകയാണ്. എനിക്കിപ്പോൾ ഇറങ്ങണം, 6:19 അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നും കൂടെ ഞാൻ എടുക്കാതിരുന്നാൽ എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ഞാനങ്ങ് എടുത്തതാണ്. അപ്പം ഞാൻ ധൃതി പിടിച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പം എന്തായാലും ഇന്നിനി എന്തൊക്കെ നടക്കും അല്ലേ, ഇനി ധൃതി പിടിക്കുന്ന ദിവസം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് തുടങ്ങാം. ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് ഉപ്പുമാവ് ഇരിപ്പുണ്ടായിരുന്നേ, അത് വേഗത്തിൽ ചൂടാക്കി. ഉണ്ടാക്കാനൊന്നും സമയമില്ലായിരുന്നു. വേഗത്തിൽ ചൂടാക്കിയിട്ട് നമ്മൾ പപ്പടവും പഴവും കൂട്ടി വേഗം ഒന്ന് കഴിക്കുക. കാരണം കഴിക്കാതെ പോയാൽ ഇന്ന് ശരിയാവത്തില്ല. മരുന്ന് കഴിക്കുന്നതുകൊണ്ടേ തളർച്ച ഉണ്ടാവും. എനിക്കിഷ്ടമല്ലാത്തൊരു ആഹാരമാണ് ഉപ്പുമാവ്, പക്ഷെ ഇപ്പൊ കഴിക്കുക. മാത്രമല്ല ക്യാരറ്റ് ഒക്കെ ഒത്തിരി ഇടുവാണെങ്കിൽ കഴിക്കും കേട്ടോ, അതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ചിട്ട് ഇപ്പോൾ 6:40 ഞാൻ ഇന്ന് ഇറങ്ങുന്ന സമയം 6:30. എനിക്കതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. ഇന്ന് താമസിച്ചു, നമ്മൾ ധൃതി പിടിച്ചിറങ്ങുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എത്ര ധൃതി വയ്ക്കുന്നോ ആ സമയം നമ്മൾ കൂടുതൽ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ഓട്ടോയോ എന്തെങ്കിലും കിട്ടുന്നതാണേ. ഇന്നിപ്പോൾ ആവശ്യമായപ്പോൾ ഒരു വണ്ടിയില്ല, ഓട്ടോയും ഇല്ല, നടക്കുക തന്നെ ശരണം. ഒരു ഹോണടി കേൾക്കുന്നു, ഓട്ടോ വല്ലതും ആണോ എന്തോ. 5 മിനിറ്റ് ഉള്ളപ്പോൾ ഒരുപാട് വൈകിയത് കൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാൻ വൈകും. 7:21 ആയിട്ടുണ്ട്. പേരെന്താടാ, നിന്റെ പേരെന്താ? പേരെന്താണ് നിന്റെ പേരൊക്കെ പറഞ്ഞോ? ഞാൻ ചെയർമാൻ എന്ന രീതിയിൽ മാത്രമല്ല, നിങ്ങളുടെ നല്ലൊരു കൂട്ടുകാരനായിട്ട്, നിങ്ങളുടെ നല്ലൊരു ചേട്ടനായിട്ട് അപ്പൊ ഓക്കെ, വോട്ട് ചെയ്തില്ലയോ? ചെയ്യോ? ഉഷാറാണേ.
എല്ലാവരും അവരുടെ സമ്മതനാവകാശം രേഖപ്പെടുത്തും. ഓക്കെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ എന്നെ ബോയ്സിന്റെ കാര്യത്തിലാണ്. ബോയ്സിന്റെ മാത്രം ഞാൻ ശരിയാക്കി തരുന്നതാണ്. അവരുടെ ടോയ്ലറ്റിന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. അപ്പൊ അതിനുള്ള മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ജയകാന്ത് സാറിനോട് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വോട്ട് ചെയ്യണം. നിങ്ങൾ എന്റെ ചിഹ്നം എന്താ പറയാമോ? എന്റെ ചിഹ്നം പട്ടം. അപ്പൊ നാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലയോ? നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. എല്ലാവരും പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും. ചെയ്യത്തില്ലയോ? എല്ലാവരും നോക്കാം. അടുത്ത 10 ബിയിലെ ദുർഗാദത്ത. ന്യൂബാലത്തിലെ വിദ്യാർത്ഥികളെ, നാളെ ഇവിടെ നടക്കുന്ന ഇലക്ഷന് ബസ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഞാനായ ദുർഗാദത്ത് എന്നെ ജയിപ്പിക്കുമോ? ഞാൻ എന്നെ ജയിപ്പിച്ചാൽ ന്യൂബാലത്തിലെ ശനിയാഴ്ചത്തെ ക്ലാസിന്റെ ടൈമിൽ മാറ്റം വരുത്തും. എല്ലാ 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും പാൻ ഉൾപ്പെടെ വൃത്തിയാക്കിയിരിക്കും. പിന്നെ ചെന്നൈയിലെ ഗേൾസിന്റെ ബാച്ചില് അതിന്റെ അടുത്തിരിക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കളയുന്നത് കറക്റ്റ് ടൈമിൽ ഓഫ് ചെയ്യാൻ നടപടി ഉണ്ടാക്കും. അതുപോലെ ബാക്കിൽ നിന്ന് ബോയ്സ് കയറുന്ന സ്റ്റേറിന്റെ മേളിൽ നിന്ന് പൈപ്പ് പൊട്ടി വീഴുന്ന വെള്ളത്തിന്റെ ആ ലീക്കേജ് മാറ്റിയിരിക്കും. ബോയ്സിന്റെയും ഗേൾസിന്റെയും ബാത്റൂം വൃത്തിയാക്കിയിരിക്കും. എനിക്ക് വോട്ട് ചെയ്യുമോ? ചെയ്യുമോ? കയ്യടി വന്നേ. ആമ്പിളാർക്ക് കയ്യില്ലടാ. ജയിപ്പിക്കണേ. ശരി. ഡിയർ ഫ്രണ്ട്സ്, സൗണ്ട് പോരാ. 10 സിയിൽ നിന്ന് ചെയർമാൻ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത് ഞാനാണ്. എന്റെ പേര് ജീവനാണ്. ചിഹ്നം ലാപ്ടോപ്പ്. എന്റെ ക്ലാസ്സിലുള്ള എന്റെ ഒരു കൂട്ടുകാരൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. അത് ഞാൻ നിങ്ങളുടെ മുന്നിലും കൂടെ പറഞ്ഞു. ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് വേണ്ട എന്നാണ് അവൻ പറയുന്നത്. ആ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടുത്തെ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ബോയ്സിന് വലിയ കൈയൊന്നും വരുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? ഉറക്കെ പറ, കേൾക്കുന്നില്ല. സപ്പോർട്ട് ചെയ്തില്ലയോ? ഉറക്കെ പറ. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും
ഞാൻ ട്യൂഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വീട്ടിൽ നിന്നൊരു വിരുന്ന് വന്നു. വിരുന്ന് വന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ പറയാം. പിന്നെ വിരുന്ന് വന്നത് ഓണിട്ടിങ് ഇതാണ് വരുന്നത്, ഇവൾ എന്നെ നാണിക്കുന്നത്. ഇതെൻ്റെ കസിനാണ്, കസിനാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മോളാണ്. ഹസ്ബൻഡുണ്ട്, വെളിയിലുണ്ട്, ഇപ്പോൾ കാണിക്കാം കേട്ടോ. ഇവർ വന്ന് എന്തിനാണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നാളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇലക്ഷൻ ആണല്ലോ. അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നമ്മൾ ടീച്ചേഴ്സിനും ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നമ്മൾ പിള്ളേരുടെ കൂടെ ഇരിക്കുമ്പോൾ സാരി ഉടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ പിള്ളേരും ഞാനും തമ്മിൽ തിരിച്ചറിയത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് സാരി ഇല്ല, ഞാൻ സാരി ഉടുക്കാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് സാരിയും കൊണ്ടുവന്നതാണ്. ഇനി ഞാൻ ഉടുക്കുന്ന സാരി ഇവിടെ പാക്കറ്റിലുണ്ട്, അത് ഞാൻ ഉടുത്തിട്ടേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വന്നതാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച പന്തളത്ത് പോയി വാങ്ങിക്കാമെന്ന് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. ഇവള് നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് അച്ഛനോട് പറഞ്ഞ് അവളെന്തോ പാട്ട് എഴുതിയിട്ടുണ്ടെന്നോ കമ്പോസ് ചെയ്യാൻ കൊടുത്തെന്നോ ഒക്കെ പറയുന്ന കേട്ട്. പാട്ട് എഴുതി എന്ത് ചെയ്യുന്നിട്ട് പാടുമോ? അത് നീ പാടാറായില്ല. അതെ, ഇവള് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ ഇവർക്ക് ചായ കൊടുക്കണം. അച്ഛൻ വന്നപ്പോഴേ പറഞ്ഞേടി ചായ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക, ആദ്യം വീഡിയോ പിന്നെ ചായ. വരുന്നവരെ മൊത്തം വീഡിയോക്കകത്തങ്ങ് എടുക്കുവാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ദിവസം ഞാൻ എനർജി ഭയങ്കര ലോസായി പോയെങ്കിലും ഇന്ന് തരക്കേടില്ലാതെ പോയെന്ന് തോന്നുന്നു. രാവിലെ വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു. മീറ്റിങ്ങും ഇലക്ഷൻ ഡ്യൂട്ടിയുടെ കാര്യങ്ങളും, അത് ആവേശമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം കൂടെ അടിപൊളിയായിരുന്നു. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇന്നിപ്പം നമ്മൾ ധൃതി പിടിച്ച് ഉറങ്ങണം. കാരണം നാളെ നമുക്ക് വെളുപ്പിന് എഴുന്നേക്കണം. നാളെ എനിക്കിപ്പോൾ തീർക്കാൻ കുറച്ച് പണിയുണ്ട്. നാളെ നമ്മൾ സാരി ഉടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇലക്ഷന് പിള്ളേർക്ക് ബൂത്തൊക്കെ ഉണ്ട്. അപ്പം UP സെക്ഷൻ്റെ ബൂത്തിൻ്റെ ഇൻചാർജ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിള്ളേരുടെ ഇടയിലിരുന്ന് എന്നെ കാണാതെ പോകും. അതുകൊണ്ട് സാരി ഉടുക്കണം. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് കുറച്ച് ചിന്ന പണികളുണ്ട്. കാരണം എൻ്റെ സ്വന്തം അല്ലല്ലോ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. പിന്നെ ഇന്ന് മൊത്തം മരുന്നിൻ്റെ സെഡേഷനായിരുന്നു. മയങ്ങിയായിരുന്നു ഇന്ന്. എനിവേ, പക്ഷേ മോറോവർ കുഴപ്പമില്ലായിരുന്നു. ഈ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ ഒരു പ്രോബ്ലം ഒഴിച്ചാൽ ഓക്കെ ആയിരുന്നു ഇന്ന്. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണുന്നവരെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്തിൽ നിങ്ങളോട് പറയും. നിങ്ങളില്ലാതെ എനിക്ക് എന്ത്, അപ്പോൾ എല്ലാ കാര്യം ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ഇടുക. വേറെന്താണ്, വേറെ എല്ലാം ഉണ്ട് ബാക്കി. ടാറ്റ, ഓക്കെ, ബൈ ബൈ ബൈ.